ഏവിയേഷൻ ശരിക്കും ഒരു 9 to 5 ജോബാണ്. ഒരിക്കലല്ല. ഏവിയേഷനിൽ ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റാഫ് ആയാലും ശരി, ക്രൂ ആണെങ്കിലും ശരി, ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പൊ ക്രൂ ആണെങ്കിൽ ഫ്ലൈറ്റ് അനുസരിച്ചായിരിക്കും ഡ്യൂട്ടി വരിക. ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിൽ ഒരു ഷിഫ്റ്റ് ആയിരിക്കും. ഇപ്പൊ ആഫ്റ്റർനൂൺ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡ്യൂട്ടി വരിക. ചിലപ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് ആയിരിക്കും. ഇപ്പൊ ക്രൂ ആണെങ്കിൽ ഏർലി മോർണിംഗ്, ഫ്ലൈറ്റ് ആണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് ആണ് ഏർലി മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, പിന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, അങ്ങനെ പല ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. ഒരിക്കലും നമ്മൾ ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റാഫ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് 9 to 5 ജോബാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. പിന്നെ ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരാൾ ഒരിക്കലും ഏവിയേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാൾ ഏവിയേഷനിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ഏവിയേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കണം, ഇപ്പൊ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, നൈറ്റ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏവിയേഷനിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇപ്പൊ ആ നൈറ്റ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏവിയേഷനിലേക്ക് പോകുന്നതിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല.